ഇന്നത്തെ വീഡിയോയിൽ ഒരു കഥ പറയുകയാണ്. അതായത് രണ്ട് പുതപ്പ് കച്ചവടക്കാര് അവരിരുവരും ഉറ്റ സുഹൃത്തുക്കളുമാണ്. പുതപ്പ് കച്ചവടക്കാരാണ്, അതോടൊപ്പം തന്നെ അവരാരുമാണ്? രണ്ട് ഉറ്റ സുഹൃത്തുക്കളുമാണ്. അവര് പതുപോലെ കച്ചവടത്തിനിറങ്ങി. കച്ചവടത്തിനായിട്ട് പുറം നാടുകളിലേക്ക് പോവുകയാണ്. അന്ന് പഴയ കാലമാണ്. അന്നെന്ന് പറയുമ്പോൾ കാൽനടയിലാണ് ഈ പുതപ്പുമായിട്ട് പോകുന്നത്. ഈ പുതപ്പുമായിട്ട് പോകുന്ന വഴി ഇവർ വനത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. ഇരുവരും വനത്തിലൂടെ കാൽനടയായിട്ട് യാത്ര ചെയ്യുകയാണ്. ഈ സമയത്താണ് രാത്രി കുറേ ദൂരം നടന്നു. പിന്നീട് ഇരുവർക്കും ക്ഷീണം അനുഭവപ്പെടുകയാണ്. രാത്രിയില്ലേ ഒരു സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഉറക്കം വരില്ലേ? ആർക്കും ഒരു സമയം കഴിയുമ്പോൾ ഉറക്കം വരുമോ ഇല്ലയോ? വരും. 10 മണിയൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉറക്കം വരും. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല കേട്ടോ. 10 മണിയൊക്കെ ആകുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഉറക്കം വരും. 10 അല്ല, ഒരു 9:30 ആകുമ്പോഴേ മനുഷ്യന് രാത്രി ഒരു 9:30 ആകുമ്പോഴത്തേന് എന്ത് ചെയ്യും? മനുഷ്യന് ഉറങ്ങാൻ ചെറിയ മയക്കം വരും. 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് നല്ല ഉറക്കം വരും. അതുപോലെ ഇരുവർക്കും ചെയ്തു നല്ല ഉറക്കം അനുഭവപ്പെട്ടു. ഉറക്കം തോന്നി. ഇരുവരും മരച്ചൂട്ടിൽ വിശ്രമിക്കാനായിട്ടിരുന്നു. ഈ സമയം കടുത്ത തണുപ്പാണ്, ഭയങ്കരമായ തണുപ്പാണ്. പകരം ഭയങ്കര തണുപ്പാണ്. അപ്പം ഇരുവരുടെയും കൈ പുതപ്പ് കെട്ടുകളുമുണ്ട്. 2 പേരുടെയും കൈ പുതപ്പ് കെട്ടുകളുണ്ട്. ഇപ്പം 2 പേരിൽ ഒരദ്ദേഹം മറ്റേ അദ്ദേഹത്തിനോട് പറഞ്ഞു, രാത്രിയാണ്, ഭയങ്കര തണുപ്പാണ്, ഞാൻ എന്തായാലും ഈ ബെഡ്ഷീറ്റിൽ നിന്നും ഒരു ബെഡ്ഷീറ്റ് എടുത്ത്, അല്ലെങ്കിൽ ഈ പുതപ്പിൽ നിന്നും ഒരു പുതപ്പെടുത്ത് പുതച്ച് കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. ഇത് കേട്ട് മറ്റേ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത് നാളെ എനിക്ക് വിൽക്കാനായിട്ടുള്ള ബെഡ്ഷീറ്റാണ്, അല്ലെങ്കിൽ പുതപ്പാണ്. അത് ഒരു കാരണവശാലും ഞാൻ ഒരെണ്ണം പോലും എടുത്ത് പുതയ്ക്കില്ല. അത് നാളെ എനിക്ക് വിൽക്കാനുള്ളതാണ്. എന്നാൽ പിന്നെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറഞ്ഞ് ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം ഒരു പുതപ്പെടുത്ത് ഇദ്ദേഹം പുതച്ച് മൂടിക്കിടന്നെന്ന് ഉറങ്ങി. ഭയങ്കരമായ തണുപ്പാണ്, കടുത്ത തണുപ്പ്, ഘോരമായ തണുപ്പ്. മറ്റേ അദ്ദേഹം പുതപ്പെടുത്തില്ല. ബെഡ്ഷീറ്റിന്റെ കെട്ടടുത്തിരിപ്പുണ്ട് അദ്ദേഹം. പക്ഷെ ഒരു പുതപ്പെടുത്ത് പുതയ്ക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അന്നേരം ഒടുവിൽ ഭയങ്കരമായ തണുപ്പാണ്. ഈ തണുപ്പ് കാരണം ഇദ്ദേഹം എന്തോ ചെയ്തു ഇരുവരും തണുപ്പായി പുതയ്ക്കാതെ ബെഡ്ഷീറ്റ് കെട്ടെല്ലാം അടുത്ത് വെച്ചിരിക്കുന്ന ആള് എന്ത് ചെയ്തു? കടുത്ത തണുപ്പ് കൊണ്ട് വിറങ്ങലിച്ചു മരിക്കുകയാണ്. നേരം വെളുത്തു മറ്റേ അദ്ദേഹം ചെയ്തു പുതച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. അദ്ദേഹം ഉറക്കം എണീറ്റ് നോക്കിയപ്പോൾ കണ്ട കാഴ്ച തൻ്റെ സുഹൃത്ത് അവിടെ മരിച്ചു കിടക്കുന്നതാണ്. അദ്ദേഹത്തിന് ദുഃഖം താങ്ങാൻ കഴിഞ്ഞില്ല. അതിതീവ്രമായ ദുഃഖം അനുഭവപ്പെടുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. എന്താണെന്ന് അറിയാമോ? നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അതാണ് വേണ്ടത്. പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കണം കേട്ടോ. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ദുഃഖിക്കുവാൻ പാടില്ല. കഴിഞ്ഞുപോയ ദിനങ്ങൾ കഴിഞ്ഞതാണ്. ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ്. കഴിഞ്ഞുപോയ ദിനങ്ങൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല തിരിച്ച് ലഭിക്കുന്നതല്ല. നമ്മൾ എത്ര വിചാരിച്ചാലും നമുക്ക് കഴിഞ്ഞുപോയ ദിനങ്ങൾ തിരിച്ച് ലഭിക്കില്ല. അതിനെക്കുറിച്ച് ഇനി ഓർക്കണ്ട, ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുപോലെ നാളെകൾ എന്താണ്? വിധിവശമാണ്, വിധിയുടെ കൈകളിലാണ്. അതിനെക്കുറിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം വരുന്നത് വരട്ടെ എന്നോർത്ത് സമാധാനിക്കാനേ കഴിയുള്ളൂ. വരുന്നത് വരട്ടെ എന്നോർത്ത് സമാധാനിക്കുക. ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം. പിന്നെ ചെയ്യാനുള്ളതെന്ന് പറയാൻ എന്താണ്? ഇന്ന് എന്ത് ചെയ്യുക? ജീവിക്കുക കേട്ടോ. അതാണ് വേണ്ടത്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടാതെ, കഴിഞ്ഞുപോയ ദിനങ്ങളെ ഓർത്ത് സങ്കടപ്പെടാതെ, നാളെകളെ ഓർത്ത് ഉത്കണ്ഠപ്പെടാതെ ഉള്ള സമയത്ത് ചെയ്യുക, നന്നായിട്ട് ജീവിക്കുക. അതാണ് വേണ്ടത് കേട്ടോ. അതുപോലെ വളരെ ബുദ്ധിപൂർവ്വം, വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുക? ജീവിതത്തെ ഹാൻഡിൽ ചെയ്യുക കേട്ടോ. ബുദ്ധിയും യുക്തിയും കൂടി ഒരുമിച്ച് മനുഷ്യൻ ജീവിതത്തിൽ വർക്കൗട്ട് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യൻ പല സാഹചര്യങ്ങളെയും മറികടക്കാൻ മനുഷ്യന് കഴിയുന്നത് കേട്ടോ. ഇതിൽ ഒരദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പുതച്ചു കിടന്നു സുഖമായിട്ടായി. മറ്റേ അദ്ദേഹം ആണെങ്കിലോ നാളെ എന്നൊരു ഉത്കണ്ഠ, നാളെക്കുറിച്ചുള്ള ചിന്ത, ആ ചിന്ത കൊണ്ട് അദ്ദേഹം ഒരു പുതപ്പ് പോലും എടുത്ത് പുതച്ചു കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചില്ല. അതും കൂടി വിൽക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് കേട്ടോ. നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക? ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് നീക്കുക. അതാണ് വേണ്ടത്.
പിന്നെ ഒരു കാര്യം പ്രിയ സുഹൃത്തുക്കളോട് പറയാനുണ്ട്, തെറ്റ് ചെയ്യാനും പാടില്ല, തെറ്റിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ പാടില്ല. തെറ്റിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് നോക്കണ്ട, നല്ല ചിന്തകളിലൂടെയും നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെയും മുന്നോട്ട് പോവുക കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞെന്ന് കരുതി നാളേക്ക് നീക്കിരിപ്പ് വേണ്ടാതല്ല കേട്ടോ, നാളേക്ക് സമ്പാദ്യങ്ങൾ വേണ്ടാതല്ല ഞാൻ പറഞ്ഞർത്ഥം. ഇന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ പറയരുത്, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, അന്നത്തെ കാര്യങ്ങൾ ആദ്യം, ആവശ്യങ്ങൾ ആദ്യം നിറവേറ്റുക, അന്നുള്ള ആവശ്യങ്ങൾ ആദ്യം നിറവേറ്റുക. നാളത്തെ കാര്യം പിന്നീടാണ്. അതിനുള്ള വഴി എന്ത് ചെയ്യും, ഈശ്വരൻ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒപ്പിച്ചു തരും കേട്ടോ. നമ്മൾ നല്ല പറഞ്ഞവരാണ്, അത്യാവശ്യം അധ്വാനിക്കാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. നല്ല ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയട്ടെ.